ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷം കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ എന്ത് സ്വാധീനമുണ്ടാക്കി? SFIക്കാരുമായി നടത്തിയ ഗുസ്തിക്കപ്പുറം വിദ്യാഭ്യാസ രംഗത്തോ സാമൂഹിക രംഗത്തോ മാറ്റമുണ്ടായോ? ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്നും മാറ്റുക എന്ന കടുംകൈ നിയമം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുകയും ഗവർണർ അതിലൊപ്പിടാതിരിക്കുകയും ചെയ്തു. ഇതിനപ്പുറം ജനാധിപത്യ പ്രക്രിയയിൽ കഴിഞ്ഞ 5 വർഷം എന്തിടപെടലാണ് ഉണ്ടായത്? റഫറി പന്ത് കാലിൽ കുരുത്ത് കളിക്കുന്നത് പോലെ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ പ്രതിരോധത്തിലായ വിഷയങ്ങളിലെല്ലാം ഗവർണർ ഇടപെട്ടു. അതാണോ ഭരണഘടന ഒരു ഗവർണറിൽ നിന്നും ആഗ്രഹിക്കുന്നത്? കോൺഗ്രസുകാരനും സോഷ്യലിസ്റ്റും പിന്നെ BJPയുമായ ആരിഫ് മുഹമ്മദ് ഖാന് പകരം വരുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. 13-ാം വയസ്സ് മുതൽ RSS ശാഖയിൽ ശിക്ഷണം നേടിയ ആൾ, RSSന്റെ പാരിസ്ഥിതിക രാഷ്ട്രീയം ചിട്ടപ്പെടുത്തിയവരിൽ പ്രധാനി. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു തട്ടകം മാറുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ കേരളത്തിന് ഒരു അത്ഭുതമോ അമ്പരപ്പോ ആയിരുന്നു. അതിനു മുൻപുണ്ടായിരുന്ന ഒരു ഡസൻ ഗവർണർമാരെ എടുക്കാം. ജസ്റ്റിസ് P സദാശിവം, ഷീല ദീക്ഷിത്, നിഖിൽ കുമാർ, H ഭരദ്വാജ്, MOH ഫാറൂഖ്, RS ഗവായ്, RL ഭാട്ടിയ, അങ്ങനെ പോകുന്നു ആ പട്ടിക. ഇതിനിടയിൽ ജസ്റ്റിസ് സുഖ്ദീപ് സിംഗ് കാങ്ങുമായി മുഖ്യമന്ത്രി EK നയനാരുടെ കാലത്തും ജസ്റ്റിസ് P സദാശിവവുമായി 1-ാം പിണറായി വിജയന്റെ കാലത്തും ഉണ്ടായ ചില അസ്വാരസ്യങ്ങളല്ലാതെ ദീർഘമായ വലിയ പോരാട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തമിഴ്നാട്ടിൽ RN രവിയും പശ്ചിമബംഗാളിൽ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും തെലുങ്കാനയിൽ തമിഴിസൈ സൗന്ദര്യരാജനും ഉണ്ടാക്കിയ പുകലൊന്നും ആരിഫ് മുഹമ്മദ് ഖാൻ സൃഷ്ടിച്ചിട്ടില്ല. ശരീഅത്ത് വിഷയത്തിൽ EMSനൊപ്പം രാജ്യമെങ്ങും സെമിനാറുകൾ നയിച്ചയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഷാബാനു കേസിനെ തുടർന്ന് രാജീവ് ഗാന്ധി സർക്കാരിൽ നിന്നും രാജിവെച്ചു വന്ന ആരിഫ് മുഹമ്മദ് ഖാന് അന്ന് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് അന്നത്തെ CPM തന്നെയാണ്. ജെയിൻ ഹവാല കേസിൽ 6 കോടി കൈപ്പറ്റിയെന്ന് CBI കുറ്റപത്രം ചുമത്തിയ കാലത്ത് പോലും ആരിഫ് മുഹമ്മദ് ഖാനെ ഇടതുപക്ഷം പൂർണ്ണമായും കൈവിട്ടിരുന്നില്ല. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ആ കേസിൽ കുറ്റവിമുക്തനായ ശേഷം BJPയിൽ ചേർന്നപ്പോൾ മുതലാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടതുപക്ഷത്തിന്റെ മറുപക്ഷത്തേക്ക് എത്തുന്നത്. BJPയിൽ നിന്നും രാജിവെച്ച് വീട്ടിലിരുന്ന ഒരു പതിറ്റാണ്ട് കാലം മുഴുവൻ ഇടതുവേദികളിലും ആരിഫ് മുഹമ്മദ് ഖാൻ പ്രാസംഗികനായി എത്തി. ഇത്രയേറെ അടുപ്പമുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനുമായി LDF തെറ്റിയത് എങ്ങനെയാണ്? ഗവർണർക്ക് സംസ്ഥാന സർക്കാരിന്റെ നടപടികളിൽ അതൃപ്തിയുണ്ടെങ്കിൽ സ്വീകരിക്കേണ്ടത് നിയമ നടപടികളാണ്. പ്രതിപക്ഷ നേതാവായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ദിവസവും 3 വട്ടം വാർത്താ സമ്മേളനം നടത്തിയല്ല അവ അറിയിക്കേണ്ടത്. നിലവിൽ ഒരു MLA പോലും ഇല്ലാത്ത BJPക്കായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയം കളിക്കുന്നു എന്ന പ്രതിച്ഛായയാണ് ആ ഇടപെടലുകൾ ഉണ്ടാക്കിയത്. കണ്ണൂർ സർവകലാശാല നടത്തിയ ചരിത്ര കോൺഗ്രസിൽ പിന്നീട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ KK രാഗേഷുമായി ഉണ്ടായ തർക്കത്തിലല്ല ആ ഏറ്റുമുട്ടൽ തുടങ്ങുന്നത്. KK രാഗേഷിന്റെ ജീവിത പങ്കാളിയുടെ നിയമനം പിന്നീട് തടഞ്ഞു നടത്തിയ ഇടപെടലിലുമല്ല ഏറ്റുമുട്ടൽ രൂക്ഷമാക്കിയത്. മറിച്ച് പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിന് ഓണററി ഡോക്ടറേറ്റ് നൽകണമെന്ന ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ആവശ്യം കേരള സർവകലാശാല നിരസിച്ചതോടെയാണ് ആ ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നത്. ധനമന്ത്രി KN ബാലഗോപാലിൽ പ്ലഷർ ഇല്ലെന്നും സ്ഥാനത്തു നിന്നും നീക്കണമെന്നും മുഖ്യമന്ത്രിക്ക് കത്തെഴുതുന്ന നിലയിലേക്ക് വരെ ആ എതിർപ്പെത്തുകയും ചെയ്തു. സർവകലാശാലകളുമായുള്ള ഏറ്റുമുട്ടൽ SFIയുമായുള്ള കൊമ്പ് കോർക്കലായി മാറിയതോടെ ആ ലക്ഷ്യം തന്നെ അപ്രസക്തമായി പോയി. സംസ്ഥാന സർക്കാർ വഴിവിട്ട നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചർച്ചയാക്കുന്നതിന് പകരം ഗവർണറുടെ പിള്ളേരുമായുള്ള ഗുസ്തികളായി വാർത്തകളുടെ തലക്കെട്ടുകൾ. RN രവി മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായും ജഗ്ദീപ് ധൻഖർ മമതാ ബാനർജിയുമായും തമിഴിസൈ K ചന്ദ്രശേഖർ റാവുവുമായും ചണ്ട കൂടിയപ്പോൾ ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റുമുട്ടിയത് PM ആർഷോയുമായാണ്. കഴിഞ്ഞ 5 വർഷവും സംസ്ഥാന സർക്കാരിനെതിരെ ആരോപിച്ച കാര്യങ്ങളിൽ ഒന്നും കാര്യമായി നേട്ടമുണ്ടാക്കാൻ കഴിയാതെയാണ് ഗവർണർ ബീഹാറിലേക്ക് വണ്ടി കയറുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ നിർദ്ദേശിച്ചതനുസരിച്ച് വൈസ് ചാൻസലർ സ്ഥാനം ഏറ്റെടുത്തവർ പെൻഷൻ പോലും കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ സിംഗിൾ ബെഞ്ച് ഗവർണറുടെ തീരുമാനത്തെ അംഗീകരിച്ചു. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ഈ സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കി. കേസിപ്പോ സുപ്രീം കോടതിയിൽ നടക്കുകയാണ്. ഗവർണറുടെ താൽക്കാലിക VC നിയമനം കോടതി അംഗീകരിച്ചെങ്കിലും സ്ഥിരം നിയമനത്തിന് സ്വന്തം നിലയ്ക്ക് കമ്മിറ്റി ഉണ്ടാക്കിയത് തള്ളിക്കളഞ്ഞു. ഇങ്ങനെ നിയമപരമായി വലിയ വിജയം നേടാനായില്ലെങ്കിലും രാഷ്ട്രീയ പരാജയമില്ലാതെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നത്.
ഗോവയിൽ BJPയുടെ വളർച്ചയിൽ വളരെ നിർണായക പങ്ക് വഹിച്ച നേതാക്കളിൽ ഒരാളാണ് രാജേന്ദ്ര അർലേക്കർ. കോൺഗ്രസ് കോട്ട എന്ന നിലയിൽ നിന്ന് ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്ത് പോലും BJPക്ക് സ്വാധീനമുണ്ടാക്കിയ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തയാൾ. മനോഹർ പരീക്കർ മാറിയപ്പോൾ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയിരുന്ന അർലേക്കറിന് പിന്നീട് വലിയ രാഷ്ട്രീയ പദവികളൊന്നും ലഭിച്ചിരുന്നില്ല. ഹിമാചൽ പ്രദേശിലും ഹരിയാനയിലും ബീഹാറിലും ഗവർണറായുള്ള കാലം ശാന്തമായിരുന്നു. ആ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഭരിച്ചത് BJPയും BJP മുന്നണികളുമായിരുന്ന കാലത്താണ് അർലേക്കറുടെ ഗവർണർ പദവിയും. രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് ആദ്യമായാണ് അർലേക്കർ ഗവർണറായി എത്തുന്നത് എന്ന് പറയാം. പരിസ്ഥിതി പ്രവർത്തനത്തിലൂടെ RSSന് ഗോവ പോലൊരു സംസ്ഥാനത്ത് വിലാസമുണ്ടാക്കിയ ആളാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഒട്ടും പ്രവചിക്കാൻ കഴിയില്ല ഗവർണറും സർക്കാരുമായുള്ള ബന്ധം. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയമായി ഇതേ സമയം.